പക്ഷേ അലോഷ്യസ് സേവ്യർ, ഇത് ഇന്ത്യൻ രാഷ്ട്രീയ മുഖ്യധാര ആകെ തന്നെ ഏറ്റെടുക്കുന്ന സമരമായി മാറുമോ? കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന്റെ ഭാഗമായി മാറി. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എം പിമാരുമായല്ല, മറിച്ച് മുഴുവൻ പ്രതിപക്ഷ എം പിമാരുമായാണ് സമരം നടത്തുന്നത്. CPM-ന്റെ, CPI-യുടെ, തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന വിഭാഗത്തിന്റെ, അങ്ങനെ പല പാർട്ടികളുടെ ഒരുപാട് നേതാക്കളുണ്ട്, എം പിമാരുണ്ട്. ഇത് രാജ്യത്തിന്റെ ആകെ സമരമായി മാറുമോ? जो महात्मा गांधी जी ने किया और हमारी देश के किसानों ने किया. അഭിലാഷ്, അതിന് മുമ്പ് എനിക്ക് BJP-യുടെ പ്രതിനിധിയെ ഒരു കാര്യത്തിൽ എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ സിസ്റ്റം തകരാറിലാണെന്ന് അദ്ദേഹം അറിയാതെ തന്നെ സമ്മതിച്ച് അദ്ദേഹത്തിൻ്റെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദി തുടങ്ങി, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങി, ഇനി താഴെ തട്ടിലുള്ള ആളുകൾ വരെയാണ് ഈ രാജ്യത്തിൻ്റെ സിസ്റ്റം. ആ സിസ്റ്റം തകരാറിലാണെന്ന് BJP പ്രതിനിധി അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലൂടെ പറഞ്ഞതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ വിഷയത്തിൽ BJP പ്രതിനിധി പറയുന്നത് എന്താണ്? ഇവരുടെ ഒരു നറേഷൻ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ രാജ്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെല്ലാം പല രീതിയിലേക്കുള്ള മുദ്ര കുത്താൻ അല്ലെങ്കിൽ ചാപ്പ് കുത്താനുള്ള ശ്രമം BJP-യുടെ ഈ പറയുന്ന സൈബർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ സമരത്തെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇവർ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇതിൽ ആൻറ്റി സോഷ്യൽ എലമെന്റ്സ് ആണ് ഈ സമരം നയിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിദേശ ഫണ്ടിങ് കൊണ്ടാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം അജണ്ടകളുടെ ഭാഗമായിട്ടാണ് ഈ സമരങ്ങൾ നയിക്കുന്നത്. അന്ന് എത്രയോ നറേഷനുകൾ. അത് ഈ സമരത്തെ മാത്രമല്ല, ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉൾപ്പെടെ ഇത്തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഇവർ ആദ്യം പറഞ്ഞ എന്താണ്, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ചോദിക്കുകയും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ രാഹുൽ ഗാന്ധി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഈ വിഷയത്തിന്റെ മെറിറ്റുകളെ പറ്റി സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലേക്കുള്ള BJP-യുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ തുടരെ ക്യാപ്സ്യൂളുകൾ ഇറങ്ങുകയാണ്. അതെല്ലാം ഈ രാജ്യത്തെ പൊതുസമൂഹം അല്ലെങ്കിൽ സാമാന്യം യുക്തിയുള്ള ചിന്താശേഷിയുള്ള ആളുകളെല്ലാം അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സമരത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP-യുടെ പ്രതിനിധി ഇവിടെ ചോദിക്കുന്നത് കേട്ടു, എവിടെയായിരുന്നു കോൺഗ്രസ് എന്ന് ചോദിക്കുന്നത് കേട്ടു. ഈ വിഷയം മെയ് 3-ാം തീയതി ഈ പേപ്പർ ലീക്കിന്റെ വിഷയം വന്ന അടുത്ത ദിവസം മുതൽ തന്നെ എന്ത് ചെയ്യുന്നു, സജീവമായിട്ടുള്ള സമരത്തിലേക്ക് ഈ പറയുന്ന NSU കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കിടക്കുന്നുണ്ട്. അതിനു മുൻപും കഴിഞ്ഞ 1.5 വർഷത്തിനങ്ങളായി നിരവധി വിഷയങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം ഇത് കാണുന്നില്ല എന്നതിന്റെ ഉത്തരം SFIയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഇവർ BJP അനുകൂല മാധ്യമങ്ങൾ മാത്രം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന BJP ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കൊണ്ട് മാത്രം ഈ രാജ്യത്ത് നടക്കുന്ന സമരങ്ങളെയൊന്നും ഒരിക്കലും അവർക്ക് കാണാൻ അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ നിരന്തരമായി ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും, കോൺഗ്രസ് ഈ വിഷയത്തെ ഏറ്റെടുക്കുമ്പോഴും ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും നിശ്ചയമുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ CJP നടത്തുന്ന അവരുടെ കോഴ്സിന് പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോഴും ആ വിഷയത്തെ അല്ലെങ്കിൽ അവരുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യപ്പെടരുത്. അവരുടെ സമരം വിദ്യാർത്ഥികളുടെ സമരങ്ങളായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും പിന്നണിയിൽ അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സമരത്തിനെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന ഔദ്യോഗികമായി CJP-യുടെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയോ പിന്തുണ ഇതിനില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ വേറൊരു സ്റ്റേജിലേക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുപോവുകയാണ്. ഇന്ന് ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കന്മാരെയും കൂട്ടിക്കൊണ്ട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിന്റെ അടുത്ത് വലിയ രീതിയിലേക്ക് പ്രതിഷേധവുമായി കടന്നു പോവുകയാണ്. ഇത് രാജ്യത്തെ എല്ലാ സമൂഹത്തിന്റെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാ തലമുറയിലും പെട്ട ആളുകളുടെ ആവശ്യമായി. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ശ്രീ അഭിലാഷ്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന 8-9 വയസ്സുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ധൈര്യമായി വിദ്യാർത്ഥികളെ സമരത്തിലേക്ക് കടത്തിവിടുകയാണ്. കാരണം ഇവർക്കറിയാം, ഈ രാജ്യത്തെ മുഴുവൻ പൊതുസമൂഹത്തും BJP ഒഴികെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, നമ്മുടെ ഭാവി വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധിയിലാണ്. ഈ നിമിഷവും നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രതിരോധിച്ചില്ല എങ്കിൽ, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിൽ നമ്മുടെ ഭാവിയെല്ലാം അവതാളത്തിലാകും എന്ന് രാജ്യത്തിന്റെ മുഴുവൻ പൊതുസമൂഹവും BJP ഒഴികെയുള്ള ആളുകൾ ചിന്തിച്ച് ഒരു കൂട്ടായ്മയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം നമ്മൾ എത്തിച്ചേരും എന്ന് മാത്രം പറയാൻ കേശു ആഗ്രഹിക്കുക.